സഹബാക്കള് ആകാംക്ഷഭരിതരായി. ആരാണ് ഈ കൂട്ടുകാര്, ആരൊക്കെയാണ് ഈ കൂട്ടുകാര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. ആദ്യത്തെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ റൂഹ് പിരിഞ്ഞാൽ ഉടനെ സലാം പറഞ്ഞു പിരിയുന്നവൻ, ആത്മാവ് പിരിഞ്ഞാൽ ഉടനെ എല്ലാ ബന്ധങ്ങളും അറുത്തുമാറ്റി തിരിഞ്ഞു നിൽക്കുന്നവൻ. ആ കൂട്ടുകാരൻ ആരാണ്? അത് അവന്റെ സമ്പാദ്യമാണ്, സമ്പത്താണ്, അവന്റെ ധനമാണ്. മരിക്കുന്നതോടുകൂടി നമ്മളുടെ ധനവുമായുള്ള ബന്ധമൊക്കെ നമുക്ക് നഷ്ടമായി. മരിക്കുന്നതോടുകൂടി പിന്നെ നമ്മളുടെ ധനം നമ്മളുടേതാണെന്ന് പറയാൻ കഴിയില്ല. അത് പറഞ്ഞാൽ ആളുകൾ സമ്മതിക്കുകയില്ല, നാട്ടുകാർ സമ്മതിക്കുകയില്ല, ശരീഅത്തും സമ്മതിക്കുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മയ്യത്തിന്റെ സ്വത്ത് തരിക്കത്തെന്ന് പറയപ്പെടും, വറാസത്തായി വീതിക്കപ്പെടും. അനന്തരാവകാശികളുടെ അവകാശമാണ്. ഈ കിടക്കുന്ന മയ്യത്തിന് ഒരു അവകാശവും അതിനകത്തില്ല. കുറച്ചുകൂടി കടുപ്പത്തിൽ പറഞ്ഞാൽ മരിക്കണമെന്നില്ല. മരണാസന്നനായി കിടക്കുന്ന മനുഷ്യന്റെ നാവിൽ നിന്നും തന്റെ സമ്പാദ്യത്തെ സംബന്ധിച്ചിട്ടൊരു വസീയത്ത് വന്നാൽ ആ വസീയത്ത് പൂർണ്ണമായി പാലിക്കപ്പെടുകയില്ല. മൊത്തം മുഴുവൻ സ്വത്തുക്കളും ദീനിന്റെ മാർഗത്തിൽ നൽകണമെന്ന് ഒരാൾ വസീയത്ത് ചെയ്താലും അവന്റെ ആ സ്വത്തിൽ അവന് അധികാരം കുറവാണ്. മൂന്നിലൊരു സ്വത്തിൽ മാത്രമാണ്, മൂന്നിലൊരു ഭാഗത്തിൽ മാത്രമാണ് അവന്റെ വസീയത്ത് സാധുവാവുക എന്നാണ് ശരീഅത്ത് പഠിപ്പിച്ചത്. മരിക്കുന്നതോടുകൂടി വിട്ടുപിരിയുന്ന സുഹൃത്ത് ഇതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സമ്പാദ്യമാണ്, സമ്പത്താണ്, ധനമാണ്. അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമയം മുഴുവൻ നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ നന്മകൾ മുഴുവൻ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ പടച്ചവനെ മറക്കുന്നത്, പടപ്പുകളോട് അതിക്രമം ചെയ്യുന്നതൊക്കെ ഇത് സമ്പാദിച്ച് ഒന്നിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട്, ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് പക്ഷേ മരിക്കുന്നതോടുകൂടി നമ്മളെ വിട്ടുപിരിയും. രണ്ടാമത്തെ സുഹൃത്ത് മരിച്ചാൽ ഉടനെ പിരിയാതെ അവനോടൊപ്പം കുറച്ച് സമയം ഒന്നിച്ചിരിക്കുകയും അവനെ കുളിപ്പിക്കുകയും കഫൻ തുണിയിൽ പൊതിയുകയും മറമാടുകയും കുഴിയിൽ ഇറക്കി വെച്ചിട്ട് പിടിമണ്ണ് വാരിയിട്ട് മൂടി എന്നിട്ട് തിരിച്ചു നടക്കുകയും ചെയ്യുന്നത് അവന്റെ കുടുംബാദികളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ സുഹൃത്ത് അവനോടൊപ്പം എന്നേക്കും ഒരുമിച്ച് കഴിഞ്ഞുകൂടുന്നത് അവന്റെ അമലുകളാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമ്മളുടെ ജീവിതത്തിലെ സമയങ്ങൾ, നമ്മളുടെ സാമർഥ്യങ്ങൾ, കഴിവുകൾ, അവസരങ്ങൾ ഇതൊക്കെ വിനിയോഗിച്ചുകൊണ്ട് ഇതിൽ ആരെയാണ് ഒപ്പം ചേർക്കുന്നത്? ആരോടൊപ്പമാണ് നമ്മൾ കഴിഞ്ഞുകൂടാൻ ആശിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്? തീർച്ചയായും അമലുകൾ, പരലോകത്ത് പ്രയോജനപ്പെടുന്ന അമലുകൾ എന്ന് പറയുമ്പോൾ എല്ലാം അമലുകളാക്കി മാറ്റാം, അഥവാ സൽക്കർമ്മങ്ങളാക്കി തീർക്കാം. നമ്മളുടെ വിശ്വാസം, നമ്മുടെ പെരുമാറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മളുടെ പരസ്പരമുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ അമലുകളായി മാറണം, അമലുകളാക്കി തീർക്കണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ മരിച്ച് മറമാടപ്പെട്ടാലും നമ്മളെ കൈവിട്ടു പോകാത്ത ഒരു ചങ്ങാതി നമ്മളോടൊപ്പം ചേരുന്ന സന്തോഷത്തിന്റെ അവസ്ഥ ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.